ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വൈകാശി വിശാഖമാണ്. നാളത്തെ ദിവസം ഭഗവാന് ചെയ്യേണ്ടുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ള എളുപ്പമുള്ളൊരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനു മുൻപ് തന്നെ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ വൈകാശി വിശാഖത്തിൻ്റെ അന്ന് ഭാര്യാഭർത്തൃബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, വേർപിരിയാൻ താമസിച്ചിരുന്നവർ വീണ്ടും ഒന്നു ചേരാൻ, അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന 2-3 വഴിപാടുകളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു. അതേപോലെ തന്നെ സ്കന്ദഗുരു കവചത്തിലെ 8 വരികൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്രവും ചൊല്ലുന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെയല്ല, ഈ പറയുന്ന കാര്യവും കൂടി നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇതും ചെയ്യാവുന്നതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നാളെയാണ് വൈകാശി വിശാഖം, ജൂൺ 9 തിങ്കളാഴ്ച. വ്രതമെടുക്കുന്നവരൊക്കെ തന്നെ ഇന്നത്തെ ദിവസം കഴിവതും നോൺ വെജ് കഴിക്കാതിരിക്കുക. ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നോൺ വെജ് കഴിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നോൺ വെജും അരിഭക്ഷണവും ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മം ധരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്ത് നിങ്ങളുടെ പൂജാമുറിയിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ടൊരു വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിലവിളക്ക് തന്നെ മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് സ്പെഷ്യലായിട്ട് നെയ്യൊഴിച്ച് ഒരു മൺവിളക്ക് തെളിയിച്ച് വെക്കണം. അതേപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹം വേലൊക്കെ ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം അതിന് അഭിഷേകം ചെയ്യാനോ, ജസ്റ്റ് ഇനി അഭിഷേകം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ച് മഞ്ഞൾ, കുങ്കുമം, ഭസ്മമൊക്കെ തൊട്ട് ഭഗവാന് പൂക്കളൊക്കെ ചാർത്തി അതിന് മുൻപിലിരുന്ന് നിങ്ങൾക്ക് സ്കന്ദഷഷ്ഠി കവചം, വേൽമാറൽ, അങ്ങനെ അല്ലെങ്കിൽ സ്കന്ദഗുരു കവചത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള 2 സ്തോത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഞാൻ ഇനി ഈ പറയാൻ പോകുന്ന പൂജ നിങ്ങൾക്ക് നാളെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു 11 മണിക്കും 12:30ക്കും ഇടയ്ക്ക് ചെയ്യാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 5 മണി മുതൽ അങ്ങോട്ട് എത്ര സമയത്തിനുള്ളിലും രാത്രി ഒരു 9 മണിക്ക് മുമ്പായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ നിങ്ങൾക്കിതിന് മുൻപ് മകരമാസത്തിലെ, അതായത് തൈ കൃത്തിക വീഡിയോ ആയിട്ട് പറഞ്ഞു തന്നാണ്. ഞാനിത് എല്ലാ മാസവും വരുന്ന കാർത്തിക നക്ഷത്ര ദിവസം ചെയ്യുന്ന ഒന്നാണ്. വളരെയധികം നമുക്ക് ഫലം തരുന്ന ഒരു വഴിപാടാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ഏതൊരു കാര്യവും ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നാളെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഈ ഒരു കാര്യം ചെയ്താൽ അടുത്ത വൈകാശി വിശാഖത്തിന് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഭഗവാൻ സാധിച്ച് തന്നിരിക്കും. കാരണം നാളത്തെ ദിവസം ഭഗവാൻ ഒരുപാട് സന്തോഷവാനായിട്ടിരിക്കുന്ന ദിവസമാണ്. നാളത്തെ ദിവസം ഭഗവാന്റെ പിറന്നാളാണ്. വിശാഖം നക്ഷത്രമാണ് ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടത്തിത്തരാൻ ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നൊരു സമയം കൂടിയിട്ടാണ്. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വ്യത്യസ്ത രീതിയിലുള്ള 6 പൂക്കൾ കിട്ടുമോ എന്ന് നോക്കണം. അതായത് മുല്ലപ്പൂ, റോസപ്പൂ, താമരപ്പൂവ്, അരളിപ്പൂവ്, പിച്ചിപ്പൂവ്, ജമന്തി. ഇതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെയല്ല, നിങ്ങൾക്കിപ്പം ഒരു റോസാപ്പൂവ് മാത്രമാണ് നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് മതി. അല്ല, 2 സൈസ് കിട്ടുമെങ്കിൽ അങ്ങനെ, 3 സൈസ് കിട്ടുമെങ്കിൽ അങ്ങനെ. അപ്പം എത്ര വ്യത്യസ്ത തരത്തിലേക്ക് കിട്ടുമോ അത്രയും ശേഖരിക്കുക. 6 എണ്ണം കിട്ടിയാൽ അത് അതീവ ഫലപ്രദം തന്നെയാണ്. അതേപോലെ 6 നിവേദ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പം ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളോട്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കൽക്കണ്ടമുണ്ടെങ്കിൽ കൽക്കണ്ടം എടുക്കാം, ശർക്കര എടുക്കാം, നിങ്ങൾക്ക് വാഴപ്പഴം മേടിക്കാം, തേൻ എടുക്കാം, അതേപോലെ കാഷ്യൂനട്ട്, പിസ്ത, ഡേറ്റ്സ്, അങ്ങനെ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ 6 വ്യത്യസ്ത പൂക്കളും 6 നിവേദ്യങ്ങളും ഭഗവാന് സമർപ്പിക്കാനായിട്ട് എടുക്കണം. അതിൽ തന്നെ നിങ്ങളെക്കൊണ്ട് ശർക്കര പായസമോ അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള സേമിയ പായസം, പാൽ പായസം, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ അതും നല്ലത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല, ജോലിക്ക് പോകുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം, മാങ്ങ, അതുപോലെ തന്നെ കൽക്കണ്ടം, ഇനിയിപ്പോൾ കൽക്കണ്ടം ഇല്ലെങ്കിൽ പഞ്ചസാര, അതേപോലെ ശർക്കര, അങ്ങനെയുള്ള കാര്യങ്ങൾ 6 നിവേദ്യങ്ങൾ ഏറ്റവും ചുരുക്കം. അതിൽ തന്നെ നമുക്ക് പാല് കാച്ചി വെക്കാം.
തേൻ വെക്കാം, പഞ്ചാമൃതമായിട്ട് തയ്യാറാക്കി വെക്കാം. അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ 6 രീതിയിലുള്ള പൂക്കളും 6 രീതിയിലുള്ള നിവേദ്യങ്ങളും സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഭഗവാന്റെ വിഗ്രഹമൊക്കെ തുടച്ച് പൂക്കളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്കാണ് വൈകിട്ടാണോ നിങ്ങൾ ഈ പൂജ ചെയ്യുന്നതെങ്കിലും രാവിലെ നിങ്ങൾ ചാർത്തിയ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ എടുത്തു മാറ്റി പുതിയ പൂമാലയോ പൂക്കളോ ഒക്കെ ഭഗവാന് ചാർത്തണം. അതിനുശേഷം ഭഗവാന്റെ മുൻപിൽ ഒന്ന് ക്ലീനാക്കിയിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഷഡ്കോണമാണ്. ഷഡ്കോണം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അരിപ്പൊടി എടുത്തിട്ട് അതിലൊരല്പം മഞ്ഞൾപ്പൊടിയും പച്ചക്കർപ്പൂരവും ഇട്ട് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ, ഇല്ലെങ്കിൽ ശുദ്ധമായ ജലം കൊണ്ട് കലക്കി ഇതുപോലെ ഷഡ്കോണം വരച്ച് ശരവണ ഭവ എന്ന് എഴുതിയിട്ട് അതിനു മുകളിൽ ഇതുപോലെ മൺവിളക്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യൊഴിച്ച് കിഴക്കോട്ട് വരുന്ന രീതിയിൽ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ മന്ത്രം ചൊല്ലി ഓരോ മന്ത്രത്തിനും നമ്മൾ ഓരോ പൂക്കൾ സമർപ്പിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ 6 വ്യത്യസ്ത പൂക്കളും 6 വ്യത്യസ്ത നിവേദ്യങ്ങളും നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞതിന് പിന്നിലെ കാര്യം. മന്ത്രം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടി പറയാം. ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട്. ശരഹണഭവ രഹണഭവശ ഹണഭവശര നഭവശരഹ ഭവശരഹണ വശരഹണഭ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരഹണഭവ എന്നുള്ളത് 6 പ്രാവശ്യം ചൊല്ലണം. അപ്പം ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും എന്ത് പൂവാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ പൂവ് കൊണ്ട് അർച്ചന ചെയ്യണം. ഇപ്പോൾ റോസപ്പൂവാണെങ്കിൽ റോസപ്പൂവ് കൊണ്ട് അർച്ചന ചെയ്യണം. എന്നിട്ട് ഒരു നിവേദ്യം, നിങ്ങൾക്കിഷ്ടമുള്ളൊരു നിവേദ്യം ഭഗവാന് സമർപ്പിക്കണം. ഞാനിവിടെ നിങ്ങളെ കാണിച്ചിരുന്നു. ഞാനിവിടെ ഭഗവാന് തൈര് സാദം, ലെമൺ റൈസ്, അതുപോലെ പുളിയോധര, കൽക്കണ്ടം അങ്ങനെയുള്ളതും ഫ്രൂട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ആദ്യം ഞാൻ ശരഹണഭവ ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്തിട്ട് നമ്മൾ അർച്ചന ചെയ്യുന്നത് ആ ഒരു ഷഡ്കോണ ദീപത്തിൻ്റെ നടുവിൽ നമ്മൾ ഓം എന്ന് എഴുതും. അവിടെയാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. അങ്ങനെ അത് ചൊല്ലിയിട്ട് ഭഗവാന് ആദ്യത്തെ നിവേദ്യം കാണിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ രഹണ ഭവശ അത് ചൊല്ലി നമ്മൾ അർച്ചന ചെയ്തിട്ട് ഭഗവാന് അടുത്ത നിവേദ്യം അത് നമ്മൾ സമർപ്പിക്കും. പിന്നെ ഹണഭ വശര അത് ചൊല്ലി അർച്ചന ചെയ്യും. എന്നിട്ട് ഭഗവാന് നമ്മൾ അടുത്ത നിവേദ്യം സമർപ്പിക്കും. അടുത്തത് നഭവ ശരഹ അത് ചൊല്ലും, അർച്ചന ചെയ്യും. എന്നിട്ട് അടുത്ത നിവേദ്യം. പിന്നെ ഭവശ രഹണ അത് ചൊല്ലുന്നു. ഭഗവാന് 6 തവണ പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് അടുത്ത നിവേദ്യം കാണിക്കും. അടുത്തത് വശര ഹണഭ അത് 6 പ്രാവശ്യം ചൊല്ലുന്നു. ശേഷം ഭഗവാന് അടുത്ത നിവേദ്യം നമ്മൾ കാണിക്കും. ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഒരേ ഒരു നിവേദ്യമേ ഭഗവാന് സമർപ്പിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഓരോ മന്ത്രങ്ങളും 6 തവണ ചൊല്ലി നമ്മൾ ടോട്ടൽ 36 പ്രാവശ്യം ചൊല്ലും. ആ 36 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം ഭഗവാന് ദീപധൂപ ആരതി എടുത്തിട്ട് നിങ്ങൾക്ക് നിവേദ്യം, ആ ഒരേ ഒരു നിവേദ്യമാണെങ്കിൽ അത് സമർപ്പിക്കാവുന്നതാണ്. ഈ 6 നിവേദ്യങ്ങൾ, 6 മന്ത്രങ്ങൾ, 6 പൂക്കൾ ഇതിന് വളരെയധികം ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം. അതിനുശേഷം ധൂപദീപ ആരതി എടുത്ത് നമ്മൾ കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഭഗവാന് മുൻപിൽ നമ്മുടെ ആഗ്രഹം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മഞ്ഞ കളറിലെ A4 ഷീറ്റ് പേപ്പർ എടുക്കണം. നമുക്ക് കടകളിലൊക്കെ ഇപ്പം പല കളറിലെ പേപ്പേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളറിലെ പേപ്പർ വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെള്ള കളർ പേപ്പർ ഒരല്പം മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയെടുത്താൽ മഞ്ഞ കളർ പേപ്പറാകും. അതിൽ റെഡ് കളർ ജെൽപെൻ എന്തുകൊണ്ട് ഇവിടെ എടുക്കുന്നു? ജെൽപെനിന് ഒരു വല്ലാത്ത വൈബ്രൻ്റ് ഉണ്ട്, കളറായിട്ട് വരും. അതുമാത്രവുമല്ല ഒരു തിളക്കമുണ്ട്. അത് എഴുതിക്കഴിഞ്ഞ് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആ ഒരു ആഗ്രഹം ആ ഒരു റെഡ് കളറിലെ ജെൽപെൻ കൊണ്ട് യെല്ലോ കളർ പേപ്പറിൽ നമ്മൾ എഴുതി, അതിപ്പോൾ എത്ര വലുതുമായിക്കോട്ടെ ഒരേ ഒരു ആഗ്രഹം എഴുതാവുള്ളൂ. ആ ആഗ്രഹം കൂടി എഴുതി അടുത്ത വൈകാശി വിശാഖത്തിന് മുൻപ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. തീർച്ചയായിട്ടും അടുത്ത വൈകാശി വിശാഖത്തിന് മുൻപ് ഭഗവാൻ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നിരിക്കും. അത്രമാത്രം പവറുള്ളൊന്നാണ് ഭഗവാന്റെ ഈ ഒരു ഷഡാക്ഷരി മന്ത്രം. ഈ മന്ത്രത്തെ 6 പ്രാവശ്യം പല രീതിയിൽ നമ്മൾ 36 തവണ ചൊല്ലി
6 നിവേദ്യങ്ങളും 6 പൂക്കളുമായിട്ട് ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അതീവ പ്രസന്നനായി എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമുക്ക് സാധിച്ചു തരുന്നതാണ്. ഇനിയിപ്പം ഈ സമർപ്പിച്ച നിവേദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൈകിട്ട് കഴിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. എല്ലാവരും പറ്റുന്നതും 6 നിവേദ്യങ്ങളും 6 പൂക്കളുമൊക്കെ ആയിട്ട് ഈ മന്ത്രം 6 തവണ ചൊല്ലി തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. തീർച്ചയായും നല്ല ഫലമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഇതെൻ്റെ അനുഭവം കൂടിയാണ്. ഇനിയിപ്പം 6 നിവേദ്യം 6 പൂക്കളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും ദയവ് ചെയ്ത് വിഷമിക്കരുത്. നിങ്ങൾക്കുള്ളത് എന്താണോ, ഇപ്പം 6 എണ്ണം ഇല്ല എന്നുള്ള പേരിൽ നമ്മളിത് ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ ഒരു നിവേദ്യവും ഒരു പൂവേ ഉള്ളെങ്കിലും അത് മനസ്സറിഞ്ഞ് ഭഗവാന് സമർപ്പിച്ചാൽ ഭഗവാൻ സന്തുഷ്ടനായി നമ്മളുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.